ഒരു അവിശ്വാസിയുടെ പ്രാർത്ഥനകൾ. ഇതൊരു കവിതാ സമാഹാരമാണ്. പക്ഷെ എന്തൊരു വിചിത്രമായ പേരല്ലേ. ഒരു അവിശ്വാസി ശരിക്കും പ്രാർത്ഥിക്കുമോ? അല്ലെങ്കിൽ അത് അവരാരോടായിരിക്കും പ്രാർത്ഥിക്കുക? എന്തായിരിക്കും പ്രാർത്ഥിക്കുക? അത് ഈ ബുക്ക് എഴുതിയ നമ്മുടെ കവി ജെയിംസ് കുരിക്കാട്ടിൽ തന്നെ നമ്മുടെ ഒപ്പം ഉണ്ട്. കവിയോട് തന്നെ ചോദിക്കാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. സ്വാഗതം മിസ്റ്റർ ജെയിംസ് കുരിക്കാട്ടിൽ. അപ്പോൾ എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാനിപ്പോ ചോദിച്ചത് തന്നെയാണ്. ഒരു അവിശ്വാസി പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? എന്താണ് പ്രാർത്ഥിക്കുന്നത്? അവിശ്വാസിയുടെ പ്രാർത്ഥന മനുഷ്യന്റെ സാങ്കല്പ സൃഷ്ടിയായ ഏതെങ്കിലും ആകാശ ദൈവങ്ങളോടല്ല. അവിശ്വാസിയുടെ അപേക്ഷ, യാചന, അത് ഈ ദൈവം സ്നേഹമാണെന്നും മതങ്ങൾ നന്മയാണെന്നും ഒക്കെ പറയുമ്പോൾ തന്നെ ഈ ദൈവങ്ങളുടെയും മതങ്ങളുടെയും പേരിൽ തമ്മിലടിക്കുന്നവരോടാണ്, പരസ്പരം കൊല്ലുന്നവരോടാണ്, കയ്യും കാലും വെട്ടുന്നവരോടാണ്, രാജ്യങ്ങൾ തന്നെ വിഭജിക്കുന്നവരോടാണ്. ദൈവങ്ങളുടെയും മതങ്ങളുടെയും പേരിൽ നടത്തുന്ന ഈ അക്രമം അവസാനിപ്പിക്കാനുള്ള, ഈ വിദ്വേഷവും വെറുപ്പും അവസാനിപ്പിക്കാനുള്ള അപേക്ഷയാണ്, യാചനയാണ് അവിശ്വാസിയുടെ പ്രാർത്ഥനകൾ. അപ്പോൾ ശരിക്കും അവിശ്വാസി പ്രാർത്ഥിക്കാറുണ്ട്. അവിശ്വാസി പ്രാർത്ഥിക്കുകയല്ല, അവിശ്വാസി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ദൈവസങ്കല്പങ്ങളോടല്ല, മറിച്ച് ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ കാണിക്കുന്ന അക്രമങ്ങളോട് അവസാനിപ്പിക്കാനുള്ള അവന്റെ ഒരു അപേക്ഷ. ഈ കവിതാ സമാഹാരത്തില് ഭക്തൻ എന്ന് പറയുന്ന കവിതയില് ഞാൻ കണ്ടത് നമ്മുടെ മലയാള നടിയായിരുന്ന സുകുമാരി അമ്മയ്ക്ക് പൊള്ളലേറ്റുണ്ടായ മരണത്തെ കുറിച്ചാണ്. ഒരു കവിതയ്ക്ക് വിഷയമാകാൻ മാത്രമുള്ള പ്രാധാന്യം ആ സംഭവത്തിനുണ്ടായിരുന്നു. നടി സുകുമാരിക്ക് പൊള്ളലേറ്റുണ്ടായ ആ മരണം അതിനെ ഒത്തിരി വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു. അപ്പൊ എൻ്റെ കവിതകളെല്ലാം ഞാൻ കേൾക്കുന്ന, അറിയുന്ന, എൻ്റെ ചുറ്റിലും നടക്കുന്ന, സമൂഹത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങള്, വേദനിപ്പിക്കുന്ന സംഭവവികാസങ്ങള്, അതിൽ നിന്നുള്ള പ്രചോദനത്തിൽ അല്ലെങ്കിൽ അതിനെ ആസ്പദമാക്കിയാണ്. അല്ലാതെ ഞാൻ മഴയെക്കുറിച്ചോ പുഴയെക്കുറിച്ചോ മഞ്ഞിനെക്കുറിച്ചോ മലയെക്കുറിച്ചോ ഒന്നും കവിതകൾ എഴുതിയിട്ടില്ല. അതിനെക്കുറിച്ചൊക്കെ എഴുതാനായിട്ട് മലയാളത്തില് പ്രഗത്ഭരായ ധാരാളം കവികൾ അത് എഴുതുന്നുമുണ്ട്. അത്തരം വിഷയങ്ങളൊന്നും എനിക്ക്, സംഭവങ്ങളൊന്നും, കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പ്രകൃതി ഭംഗിയൊന്നും കവിതകൾക്ക് വിഷയമാകാറില്ല. അപ്പൊ ഇതുപോലുള്ള എൻ്റെ ചുറ്റിലും നടക്കുന്ന വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് എനിക്ക് കവിതകൾക്ക് വിഷയമാകുന്നത്. ഇപ്പൊ ഈ നടി സുകുമാരിയുടെ മരണം തന്നെ അവര് മരിക്കാൻ ഇടയായ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെയും അവർക്ക് മരിക്കാൻ ഇടയായ സംഭവം അറിഞ്ഞാല് അവരെ കുറിച്ച് പറയുന്നത് അവര് വളരെ ഭക്തയായൊരു സ്ത്രീയായിരുന്നു, വലിയൊരു ഈശ്വര വിശ്വാസിയായിരുന്നു. എന്നും പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് അവർ വിദേശത്തൊക്കെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും അവർ ഈ നിലവിളക്ക് കയ്യിൽ കരുതുമായിരുന്നു. അതോടൊപ്പം അതിൽ ഒഴിച്ച് കത്തിക്കുന്ന എണ്ണ പോലും ഏതെങ്കിലും ഒരു എണ്ണയിൽ അങ്ങനെ വെറുതെ നിലവിളക്ക് കത്തിക്കുകയായിരുന്നില്ല. അവർ വെളിച്ചെണ്ണയും നല്ലെണ്ണയും പുന്നക്കായ എണ്ണയും നെയ്യും ഒക്കെ ചേർത്ത് ഒരു മിശ്രിതത്തിലുള്ള ഒരു കൂട്ട്, അങ്ങനെയൊക്കെ ചെയ്താലേ ഐശ്വര്യമുള്ളൂ, ദൈവപ്രീതിക്ക് അതാണ് എന്ന് കരുതിയിരുന്ന അത്രയും ഭക്തയായ, വിദേശത്ത് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അവിടെ പോലും ഈ വിളക്കും എണ്ണയും ഒക്കെ കൊണ്ടുപോയി എന്നും രാവിലെ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു, ഒരു ഭക്തിയായിരുന്നു. അങ്ങനെയുള്ള ഒരു ഭക്തിയാണ് ഒരു ദിവസം ഇതേ പൂജാമുറിയിൽ നിലവിളക്കിന് തിരി തെളിക്കുമ്പോൾ ആ വിളക്ക് മറിയുന്നതും എണ്ണ ശരീരത്തിൽ പടരുന്നതും പിന്നെ പൊള്ളലേറ്റ് പെട്ടെന്ന് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ആണ് അവര് മരണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര വിളക്ക് തെളിച്ചാലും, എന്തെല്ലാം പൂജകളും വെഞ്ചിരിപ്പും ആരാധനകളും ഒക്കെ നടത്തിയാലും ഇതൊന്നും കാണാനോ കേൾക്കാനോ ഒരു ആകാശത്ത് ഒരു ദൈവമില്ല എന്ന ആ ഒരു യാഥാർത്ഥ്യം അത് പറയുക എന്നുള്ളതാണ് ആ കവിതയിൽ. പൂജാമുറിയിൽ ദീപം തെളിക്കവേ ദൈവം അഗ്നിയായി വന്ന് ഭക്തയെ ആശ്ലേഷിച്ചു എന്ന വരികളിലൂടെ ആ ഒരു യാഥാർത്ഥ്യം പറയുക എന്നാണ് ഉദ്ദേശിച്ചത്. ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ആ മരണം ഉണ്ടായി. അപ്പൊ അത് തന്നെ അവർക്ക് മരണത്തിന് കാരണമായി. ഒരു അവിശ്വാസിയുടെ രീതിയിൽ ചിന്തിച്ചാല് അത് അവര് പ്രാർത്ഥിക്കുന്നതാണ് അവർക്ക് പ്രശ്നം ഉണ്ടായത്. അവിശ്വാസിയുടെ രീതിയിൽ ചിന്തിക്കുക എന്നുള്ളതല്ല, ആരുടെ രീതിയിൽ ചിന്തിച്ചാലും നമ്മളുടെ നടത്തുന്ന പ്രാർത്ഥനകള്, പൂജകള്, ആരാധനകൾ ഇതെല്ലാം നിഷ്ഫലവും നിരർത്ഥകവുമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം ഇപ്പം മറ്റ് എത്രയോ ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. ഇപ്പം ശ്രീലങ്കയിലെ പള്ളിയിൽ വെച്ചുണ്ടായ പിന്നെ ബോംബ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയ്ക്കാണ് തീവ്രവാദി ബോംബുമായിട്ട് വന്ന്
പിന്നെ പൊട്ടിച്ച് മരിക്കുന്നത്. ആരാധനാലയത്തിലാണ്, ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും തീവ്രവാദി അവിടെ വന്നിട്ട് ബോംബ് പൊട്ടിക്കുമ്പോൾ ആളുകളെല്ലാം മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവം ആരെയും രക്ഷിക്കുന്നുമില്ല. അല്ലെങ്കിൽ കേൾക്കാൻ അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്നുള്ള ആ സങ്കല്പത്തെയാണ്, മനുഷ്യന്റെ ഭാവനാ സൃഷ്ടിയായ ആ സാങ്കല്പിക ദൈവത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പേഴ്സണൽ ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, ജെയിംസ് ശരിക്കും എത്തിസ്റ്റ് ആണ്? എത്തിയസ്റ്റ് എന്ന് പറഞ്ഞാല് നിരീശ്വരവാദി അല്ലെ? ഞാന് ഒന്നിന്റെയും വാദിയല്ല. ഇപ്പൊ ഈശ്വരന്റെ വാദിയല്ല, നിരീശ്വരന്റെ വാദിയല്ല, കമ്മ്യൂണിസത്തിന്റെ വാദിയല്ല, സോഷ്യലിസ്റ്റിന്റെ വാദിയല്ല. ഏതെങ്കിലും ഒരു ഐഡിയോളജി തലയിലേറ്റി ഇത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞും എന്ന് വാദിച്ചും നടക്കുന്ന ഒരാളല്ല. അതിന്റെ ആവശ്യവുമില്ല. ഇപ്പൊ ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കേണ്ട ഒരു ആവശ്യമില്ല. ഇല്ലാത്തതിനെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പ്രത്യേക മതകുടുംബത്തിൽ ജനിച്ച ആളാണ്. ആ മതത്തിന്റെ ആചാരങ്ങളും നിയമങ്ങളും ഒക്കെ പാലിച്ചു വളർന്നു വന്ന ഒരാളാണ്. ആ മതവും ആ മതത്തിന്റെ ദൈവസങ്കല്പങ്ങളുമാണ് യഥാർത്ഥ ദൈവം എന്ന ധാരണയൊക്കെ വെച്ച് പുലർത്തി വന്നിരുന്ന ഒരാളാണ്. അതിൽ നിന്നും തിരിച്ചറിവുണ്ടായപ്പോൾ സ്വതന്ത്രനായ ഒരു സ്വതന്ത്ര ചിന്തകൻ. അത്രയും. നമ്മൾ ഏതൊക്കെ നാട്ടിലേക്ക് കുടിയേറി പാർത്താലും നമ്മുടെ നാടിനോടും നമ്മുടെ മതങ്ങളോടും നമ്മുടെ വിശ്വാസം, ആചാരം, ഇതിനോടൊക്കെ നമുക്കൊരു പ്രത്യേക സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എന്റെ ഫിലോസഫി എന്ന കവിതയിൽ നിങ്ങൾ അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നത്? ശരിക്കും ചോദ്യം ചെയ്യുന്നതായിട്ടാണോ കവിത വായിച്ചപ്പോൾ ഫീൽ ചെയ്ത്? ഇവിടെ എന്റെ ഫിലോസഫി എന്ന കവിതയിൽ അതിനകത്ത് മതതീവ്രവാദമല്ല, കുറച്ചുകൂടി തീവ്ര ദേശീയ ബോധം, എക്സ്ട്രീം നാഷണലിസത്തിന്റെ ഒരു വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ മലയാളി സമൂഹം എന്നൊക്കെ പറയുന്നത് ഒത്തിരിയേറെ രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരുണ്ട്. അപ്പൊ മറ്റൊരു നാട്ടിലേക്ക് കുടിയേറുമ്പോൾ നമ്മൾ കൂടെ കൊണ്ടുവരുന്ന ആചാരങ്ങളും അനാചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നമ്മൾ കുടിയേറുന്ന നാട്ടിലും നട്ടു വളർത്തുന്ന ഒരു പ്രവണത. അത് നമ്മളിവിടെ ഈ അമേരിക്കയിലെ മലയാളി ഇന്ത്യൻ ജീവിതങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. അതിന്റെ കുറേയേറെ പ്രശ്നങ്ങളാണ് ആ കവിതയിൽ ചർച്ച ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇത് കേൾക്കുന്നവർക്ക് ആ കവിത ഒന്ന് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാകും. താങ്കൾക്ക് ആ കവിത ഒന്ന് മുഴുവൻ ചൊല്ലാമോ? എൻ്റെ ഒരു പുസ്തകമില്ല, ഞാൻ ഫോണിൽ നിന്ന് ആ ഒരു കവിത, പിന്നെ എനിക്ക് ഈണത്തിലൊന്നും ചില ഒരു ഗദ്യകവിതയാണ്. അത് കുഴപ്പമില്ല. എന്റെ ഫിലോസഫി, എന്റെ മതം, എന്റെ ജാതി, എന്റെ ദൈവം, എന്റെ വിശ്വാസം, എന്റെയാണ് എല്ലാത്തിലും ഏറ്റവും നല്ലതെന്ന് എത്രയോ തവണ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. എന്റെ നാട്, എന്റെ നാട്ടു നടപ്പ്, എന്റെ പൂജകൾ, എന്റെ ആചാരം, എന്റെയാണ് എല്ലാത്തിലും ഏറ്റവും നല്ലതെന്ന് ഇനിയും ഞാൻ നിന്നോട് ആവർത്തിക്കണം. എന്റെ രാജ്യം, എന്റെ രാഷ്ട്രീയം, എന്റെ പാർട്ടി, എന്റെ നേതാക്കൾ, എന്റെയാണ് എല്ലാത്തിലും ഏറ്റവും നല്ലതെന്ന് പിന്നെയും ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. എന്റെ സംസ്കാരം, എന്റെ പാരമ്പര്യം, എന്റെ ഭക്ഷണം, എന്റെ ഭാഷ, എന്റെയാണ് എല്ലാത്തിലും ഏറ്റവും നല്ലതെന്ന് എത്ര പറഞ്ഞാലും എനിക്ക് മതി വരില്ല. എന്റെ വിവാഹം, എന്റെ സുരതം, എന്റെ ആണധികാര കുടുംബമൂല്യങ്ങൾ, എന്റെ സദാചാരബോധം, എന്റെയാണ് എല്ലാത്തിലും ഏറ്റവും നല്ലതെന്ന് മതിവരാതെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ ഇതിഹാസങ്ങൾ, എന്റെ പുരാണങ്ങൾ, എന്റെ വേദങ്ങൾ, എന്റെ ഉപനിഷത്തുകൾ, എന്റെ പുസ്തകങ്ങളിലാണ് എല്ലാ വിജ്ഞാനങ്ങളുമെന്ന് ഞാൻ വായിച്ചിട്ടില്ലെങ്കിലും പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നിട്ടും ഞാനെന്തേ നിന്റെ രാജ്യത്തെന്ന് നീ ഇനിയും ചോദിക്കാത്തത് നിന്റെ മര്യാദ കൊണ്ടാണെന്ന് നീ അഹങ്കരിക്കുന്നുവെങ്കിൽ കേട്ടുകൊള്ളുക. നിനക്കെന്റെ നാടിന്റെ ഫിലോസഫി അറിയാത്തതിനാലാണ്. വസുദൈവ കുടുംബക്കാരാണ് ഞങ്ങൾ. എന്റെ നാടിന്റെ ഫിലോസഫിയാണ് എല്ലാറ്റിലും ഏറ്റവും മഹത്തരമെന്ന് ഇനിയും ഞാൻ നിന്നോട് പറയണോ? അത്തിമരത്തിന് ക്രിസ്തുവിനോട് പറയാനുള്ളത് എന്ന കവിതയിൽ ക്രിസ്തുവാണ് വിചാരണ ചെയ്യപ്പെടുന്നത്. ഈ മതങ്ങളെയും പൗരോഹിത്യത്തെ വിമർശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ സ്നേഹത്തെയും കരുണയെയും കുറിച്ച് മാത്രം പറഞ്ഞിട്ടുള്ള ക്രിസ്തു, ഈ ക്രിസ്തു എങ്ങനെയാണ് വിചാരണ ചെയ്യപ്പെടുന്നത്? ക്രിസ്തുവിനെ വിചാരണ ചെയ്യുകയൊന്നുമല്ല, ക്രിസ്തുവിനെ എനിക്കിഷ്ടമാണ്. സ്നേഹത്തെക്കുറിച്ചും നിന്നെ പറഞ്ഞ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ബലിയല്ല കരുണയാണ് വേണ്ടത് എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ എനിക്ക് വളരെ ഇഷ്ടവുമാണ്. പക്ഷേ
ഈ കവിതയ്ക്ക് വിഷയമായിരിക്കുന്ന ഒരു സംഭവം, ക്രിസ്തുവും ശിഷ്യന്മാരും കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ അവർക്ക് വിശന്നു. അപ്പോൾ ഒരു അത്തിമരം കാണുന്നു. അപ്പോൾ അതിന് ഫലം ഉണ്ടാകുമെന്ന് കരുതി അവർ അടുത്ത് ചെല്ലുമ്പോൾ അതിന് ഫലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദേഷ്യം വരുന്ന ക്രിസ്തു ആ അത്തിമരത്തെ ശപിച്ചുണക്കി എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ അതിനോടനുബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് ഫലങ്ങൾ ഉണ്ടാകുന്ന കാലമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്രിസ്തുവിന് അറിയില്ലായിരുന്നോ ഇത് ഫലമുണ്ടാകുന്ന കാലമല്ല എന്ന്, അല്ലെങ്കിൽ പഴങ്ങളില്ല എന്നതിന്റെ പേരിൽ ഒരു മരം ശപിച്ചുണക്കുന്നത്? അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും അവിടെ ക്രിസ്തുവിൽ ഒരു മാനുഷിക തലമുണ്ടായിരുന്നു. ഒരു ദേഷ്യം വരുന്ന ഒരു മനുഷ്യൻ, ദേഷ്യം വന്നാൽ ശപിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെയൊക്കെയുള്ള ഒരു മാനുഷിക തലമുണ്ട് എന്ന് പറയാനാണ് ആ കവിതയുടെ അവസാന വരികളില് ശപിച്ച വാക്കുകൾ കൊണ്ട് എന്നെ കരിച്ചുണക്കുമ്പോൾ മറന്നുപോയല്ലോ ക്രിസ്തു നീ കാലവും ഋതുക്കളും എന്ന വരികളിലൂടെ ആ ഒരു മാനുഷിക തലം പറയാൻ ശ്രമിച്ചു എന്നതാണ്. താങ്കളുടെ ശ്രേഷ്ഠ ഭാഷ എന്ന കവിതയില് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ പദവി കിട്ടിയതാണല്ലോ വിഷയമാക്കിയിരിക്കുന്നത്. അത് ആ സംഭവം വളരെ ഒരു അഭിമാനിക്കാൻ പറ്റിയ ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിനെ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? നമ്മൾ ജനിച്ച നാടിനോടും നമ്മുടെ മാതൃഭാഷയോടും ഒക്കെ സ്നേഹവും ഇഷ്ടവും തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഇപ്പൊ ഏത് നാട്ടിലേക്ക് കുടിയേറിയാലും നമ്മുടെ ഭാഷയോടുള്ള ഇഷ്ടമൊന്നും ഒരിക്കലും പോകാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ ഈ ശ്രേഷ്ഠ ഭാഷ എന്ന കവിതയിൽ വിഷയമായിരിക്കുന്നത് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ, കേന്ദ്ര ഗവൺമെന്റ് ശ്രേഷ്ഠ ഭാഷാ പദവി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയതിനോടനുബന്ധിച്ച് മലയാളികൾ വലിയ ആഘോഷങ്ങളും ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടുകൊണ്ട് ഒരു 100 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കിട്ടിയെന്നല്ലാതെ ആഘോഷിക്കാൻ തക്കവണ്ണം എല്ലാ ഭാഷയും അത് സംസാരിക്കുന്ന ജനങ്ങൾക്ക് ശ്രേഷ്ഠ ഭാഷ തന്നെയാണ്. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് മലയാളിയായത് മലയാളം പറയുന്നത്? കേരളം എന്ന നാട്ടിൽ അവിടെ ജനിച്ചതുകൊണ്ട് നമ്മുടെ ഭാഷ, അവിടെ സംസാരിക്കുന്ന ഭാഷ നമ്മുടെ ഭാഷയായി മാറി. തൊട്ടപ്പുറത്ത് നമ്മുടെ തമിഴ്നാട്ടിലാണ് ജനിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഭാഷ തമിഴാകുമായിരുന്നു, ഗുജറാത്തിലായിരുന്നെങ്കിൽ ഗുജറാത്തി ആകുമായിരുന്നു. അപ്പം നമ്മൾ എവിടെ ജനിക്കുന്നോ എന്നതിനെ ആസ്പദമാക്കി ആ പ്രദേശത്തെ ഭാഷയാണ്. അതിലൂടെ നമുക്ക് ഇഷ്ടം തോന്നാം. ആ ഇഷ്ടം എന്നും ഉണ്ടാകുന്നതിലൊന്നും ഒരു തെറ്റില്ല. പക്ഷെ മറ്റു ഭാഷകളെക്കാൾ അതാണ് മികച്ചതെന്ന് കരുതുകയും ആ ബോധ്യങ്ങളെ, അതാണ് ഇപ്പം നമ്മൾ ഇവിടെ അമേരിക്കയിൽ വന്നാൽ നമുക്കറിയാം ഒരു ഇംഗ്ലീഷിന്റെ ഒക്കെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതൊരു ലിങ്ക് ലാംഗ്വേജ് ആണ്. ലോകത്തിലെ മുഴുവൻ ആളുകളെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കണക്ട് ചെയ്യാനായിട്ട് കഴിയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ഭാഷ മറ്റൊരു ഭാഷയേക്കാൾ മികച്ചതൊന്നുമല്ല, അല്ലെങ്കിൽ നമ്മുടേതായതെല്ലാം. നേരത്തെ എന്റെ ഫിലോസഫി എന്ന് പറഞ്ഞ ആ കവിതയിലും ചർച്ച ചെയ്ത ഇതേ സമാനമായ വിഷയങ്ങൾ തന്നെയായിരുന്നു. ഇപ്പം നമ്മളൊരു മതത്തിൽ ജനിച്ചാൽ നമ്മുടെ മതം മാത്രമാണ് ഏറ്റവും മികച്ചത് എന്ന് കരുതുക. നമ്മളൊരു നാട്ടിൽ ജനിച്ചാൽ ആ നാടാണ് മറ്റുള്ള നാടിനേക്കാൾ എല്ലാം മികച്ചത് എന്ന് കരുതുക. അതുപോലെ തന്നെ നമ്മുടെ ഭാഷ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് മാതൃഭാഷയായി ലഭിച്ചതാണ് ഏറ്റവും മികച്ചതെന്ന് കരുതുന്ന ആ ബോധ്യങ്ങളെയാണ് ഇതിലും ഈ കവിതയിലും ചോദ്യം ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അതായത് മറ്റെല്ലാ ഭാഷയും പോലെ തന്നെ ഒന്നാണ് നമ്മുടെ മലയാളവും എന്നാണ് ഇതിനകത്ത് പറയാൻ ശ്രമിച്ചത്. പ്രത്യേകിച്ച് അഭിമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അഭിമാനിക്കാം, ഇഷ്ടം തോന്നാം, അതിനോട് സ്നേഹം തോന്നും, അതിനൊന്നും ഒരു തെറ്റില്ല. പക്ഷേ ഇതൊക്കെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക്, ഒരു ഭാഷാ ഭ്രാന്തിലേക്ക് പോകുന്ന ഇപ്പം മത തീവ്രവാദം പോലെ അല്ലെങ്കിൽ തീവ്ര ദേശീയ ബോധം പോലെ തന്നെ ഭാഷാ ഭ്രാന്തുമുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ മലയാളത്തിൽ ഒരു കവിതയില്ലേ, ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന പേർ കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകൾ. ഇപ്പൊ കേരളം എന്ന് കേട്ടാൽ എന്താ ഇത്ര ചോര തിളയ്ക്കാനിരിക്കുന്നത്? കേരളം എന്ന് കേട്ടാൽ നമ്മൾ മലയാളിയുടെ ചോര തിളയ്ക്കുമ്പോൾ, തമിഴെന്ന് കേട്ടാൽ തമിഴിന്റെയും ചോര തിളയ്ക്കും, ബംഗാൾ എന്ന് കേൾക്കുമ്പോൾ ബംഗാളിയുടെയും ചോര തിളച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭാരതം എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഉണ്ടാവും, ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യില്ല. ഇപ്പൊ തമിഴിനോട് സമാനമായിട്ട് തമിഴിനെന്ന് സൊല്ലടാ തല സിമിർന്നില്ലടാ എന്നൊരു കവിത അവർക്കും ഉണ്ട്. ഇപ്പൊ തമിഴിനെന്ന് കേട്ടാൽ എന്താണ് ഇത്ര തല സിമിർന്ന് നിൽക്കാനുള്ളത്? അപ്പൊ ഈ ഒരു ഭാഷ തീവ്രവാദത്തെ കുറിച്ചാണ് ആ കവിതയിൽ പറയാൻ സാധിക്കും. നമ്മിലാണ് ഈശ്വരൻ എന്ന കവിത വായിച്ചപ്പോ നമ്മുടെ പഴയ മലയാള ഗാനം ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു എന്ന ഗാനമാണ് എനിക്ക് ഓർമ്മ വന്നത്. ശരിക്കും അങ്ങനെ ഒരു ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു എന്നുള്ള ആ പാട്ടിന്റെ ആശയം തന്നെയാണ് ഈ കവിതയിലും ഉള്ളത്. പക്ഷെ അവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല്
ഈശ്വരനെ കുറിച്ച് നമ്മുടെ എല്ലാ മതസങ്കല്പങ്ങളിലും മതഗ്രന്ഥങ്ങളിലും ഒക്കെ പറയുന്ന വിശേഷണങ്ങൾ എന്താണ്? ഈശ്വരൻ അശരീരിയാണ്, ഈശ്വരൻ അരൂപിയാണ്, ഈശ്വരൻ സർവവ്യാപിയാണ്, അല്ലെ? ഓംനി പൊട്ടന്റ് ആണ്, ഓംനിസെന്റ് ആണ്, ഓംനി പ്രസന്റ് ആണ്. ഇതൊക്കെ നമ്മൾ പറയും ഈശ്വരൻ അശരീരിയാണ്, സർവവ്യാപിയാണ്. പക്ഷെ എങ്കിലും ഒരു ടെറിട്ടോറിയൽ ആയിട്ട് ഒരു സ്പേസിൽ ഈശ്വരനെ കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മുമ്പിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതിയിൽ കൂടിയാണ് നമ്മൾ ഈശ്വരനെ കാണുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഈശ്വരൻ സർവ്വവ്യാപിയാണ്, അശരീരിയാണ്, തൂണിലുണ്ട്, തുരുമ്പിലുണ്ട് എന്നൊക്കെ പറയും. ഇനി മറിച്ച് ഇപ്പൊ ഈശ്വരനെ ഒരു നന്മയായിട്ടാണ്, നന്മയെന്ന് പറയുന്ന അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന്റെ ഒരു രൂപത്തിലാണ് ഈശ്വരനെ അറിയുന്നെങ്കിൽ, കാണുന്നെങ്കിൽ അതിലെന്താണ് തെറ്റ്? ആ ഒരു രൂപത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റാണ് ഈശ്വരനെങ്കിൽ അതെല്ലാവരിലും ഉണ്ടാവേണ്ടത് തന്നെയാണ്. ആ ഒരു രീതിയിലാണ് അതിൽ പറയാൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പള്ളികളിലൊക്കെ ഇങ്ങനെ രൂപം വെച്ച് അതിന് മുമ്പിൽ പോയി ആരാധിക്കുന്നത് ഒരു തെറ്റായിട്ടാണോ? ഇതിൻ്റെ അകത്ത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല. ഇപ്പം ആളുകൾക്ക് അങ്ങനെ രൂപങ്ങളിലായിട്ട്, പക്ഷെ നോക്കൂ, ഈ ഓരോ ദൈവസങ്കല്പങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ലോകത്ത് ഏതാണ്ട് 4200 മതങ്ങൾ ഉണ്ട് അപ്രോക്സിമേറ്റ്ലി. ഈ 4200 മതങ്ങൾക്കും ദൈവങ്ങളുണ്ട്, ഇല്ലേ? ചില മതങ്ങൾക്ക് ഒന്നിലേറെ ദൈവങ്ങൾ ഉള്ളത് കൊണ്ട് അത്രയേറെ ഒരു 10,000-ലധികം ദൈവസങ്കല്പങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ ഓരോ പ്രദേശത്തും ജനിച്ച മനുഷ്യരുടെ ഭാവനയിലുള്ള ദൈവങ്ങളാണ്. അതാത് ഇപ്പൊ നമ്മുടെ നാട്ടില് കൃഷ്ണന്, ശിവന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ദൈവസങ്കല്പങ്ങളുണ്ട്. മിഡിൽ ഈസ്റ്റിലേക്ക് എന്ന് കഴിഞ്ഞാൽ അവിടെയാണ് ജീസസ് ക്രൈസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള. അപ്പൊ ഓരോ നാട്ടിലും ഇപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും കേൾക്കാത്ത പേരിലുള്ള രസകരമായ ധാരാളം ദൈവസങ്കല്പങ്ങളുണ്ട്. ഈ ഫിലിപ്പീൻസിനടുത്തുള്ള പലോ എന്ന് പറഞ്ഞൊരു ഐലൻഡില് വളരെ കുറച്ച് ഒരു 10,000-20,000 പേരെ മനുഷ്യർ അവിടെയുള്ളൂ. അവർക്കുണ്ട് 3 മതങ്ങളും പിന്നെ 3 വ്യത്യസ്തമായ ദൈവസങ്കല്പങ്ങൾ. നമ്മളതൊന്നും ആ ദൈവസങ്കല്പങ്ങളെ കുറിച്ച് നമ്മളൊന്നും കേട്ടിട്ട് പോലില്ല. അപ്പം ഇങ്ങനെ ഓരോ മനുഷ്യനും, അതുകൊണ്ട് ഈ വ്യത്യസ്തമായ ദൈവങ്ങൾ ഇത്രയും ഉള്ളത് പോലും അത് ഓരോ പ്രദേശത്തും ജീവിക്കുന്ന മനുഷ്യന്റെ ഭാവന സൃഷ്ടി ആയതുകൊണ്ടാണ്. ആ ദൈവസങ്കല്പങ്ങൾ ഇപ്പൊ ഇന്ത്യയിലുള്ള ദൈവസങ്കല്പങ്ങളോ കോടിക്കണക്കിന് ജനങ്ങൾ ആരാധിക്കുന്ന കൃഷ്ണനും രാമനും ഒന്നും ഇവിടെ അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഇല്ല. അപ്പം ഈ ദൈവസങ്കല്പങ്ങൾ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ആളുകൾ അവരുടെ ഭാവനയിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് അവർക്ക് ആശ്വാസം തരുന്നുവെങ്കിൽ തരട്ടെ. നമ്മൾ ഒന്നിനെയും തെറ്റെന്നോ ശരിയെന്നോ എന്ന രീതിയിൽ പറയല്ല. പക്ഷെ ഇങ്ങനെയാണ് ദൈവസങ്കല്പങ്ങളുടെ ഒക്കെ ഈ ഒറിജിൻ എന്താണെന്ന് മനസ്സിലാക്കുക. പക്ഷെ അതിനുപരി സ്നേഹമാണ്, നന്മയാണ് ദൈവമെങ്കിൽ നല്ല കാര്യം. അതാണ് അവിടെ പറയാൻ ശ്രമിച്ചത്. ഇതില് വേറൊരു കവിതയുണ്ടല്ലോ, അതിന്റെ പേര് ധർമ്മസംസ്ഥാപനാഥായ, ശരിയല്ലേ? ആ കവിതയില് ഒത്തിരിയേറെ മനുഷ്യർ നേരിടുന്ന ദുരിതങ്ങളും അവരുടെ ദാരുണാന്തങ്ങളെ കുറിച്ചും ഒക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവരെ കുറിച്ചോ അല്ലെങ്കിൽ അത് ആരാണ് എന്താണെന്നൊന്നും അറിയത്തില്ല, അത് വായനക്കാർക്ക് വേണ്ടിയിട്ട് ആ കഥാപാത്രങ്ങളെ കുറിച്ച് പറയാം. ധർമ്മസംസ്ഥാപനാഥായിലെ കഥാപാത്രങ്ങള് ഒന്ന് നൂറുള്ള ഷെരീഫ്, പിന്നെ ഒരു കഥാപാത്രം ജ്യോതി സിംഗാണ്, പിന്നെ അരുണ ഷാൻബാഗ്, പിന്നെ 12 വയസ്സുള്ള കുട്ടി ചൗല എന്ന പേരുള്ള കുട്ടി. ഇതിലെ നൂറുള്ള ഷെരീഫ് ഒരുപക്ഷെ പത്രവാർത്തകളിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഓർമ്മയുണ്ടെങ്കിൽ, നൂറുള്ള ഷെരീഫ് ഒരു തൊഴിലാളിയായിരുന്നു. രാവന്തിയോളം പണിയെടുത്ത് വൈകിട്ട് കയറി കിടക്കാൻ ഒരു സ്വന്തമായ ഒരു ഇടമില്ലാത്ത, അങ്ങനെ വഴിയരിയിലെ ഒരു കടത്തിണ്ണയിലായിരുന്നു നൂറുള്ള ഷെരീഫ് ജോലി കഴിഞ്ഞാൽ വൈകിട്ട് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ പകലന്തിയോളം പണിയെടുത്ത് വൈകിട്ട് കയറി കിടക്കാൻ ഒരു വീടില്ലാതെ കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്ന നൂറുള്ള ഷെരീഫിന്റെ നെഞ്ചിലൂടെയാണ് ബോളിവുഡിലെ ഒരു നടൻ മദ്യം കഴിച്ച് ലഹരിയില് വണ്ടി ഓടിച്ച അയാളുടെ നെഞ്ചിലൂടെ ആണ് കയറി ഇറങ്ങിപ്പോയി മരണപ്പെടുന്നത്. അപ്പോൾ ആ മനുഷ്യന്റെ കയറി കിടക്കാൻ ഒരുവന്റെ ഇടമില്ലാത്ത ഒരുവന്റെ നെഞ്ചിലൂടെ വണ്ടി കയറി ഇറങ്ങി പോകുമ്പോൾ അയാളുടെ പിടച്ചിലിനെ കുറിച്ചാണ്. ലഹരിയുടെ ചക്രങ്ങൾ നെഞ്ചിലൂടെ കയറി ഇറങ്ങുന്ന വേദനയിൽ നിന്നുണ്ടാകുന്ന പിടച്ചിൽ നിന്നാണ് വേദന. അതുപോലെ ജ്യോതി സിംഗ് നിർഭയാണ് ഡൽഹിയിൽ പിന്നെ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ. അതേപോലെ അരുണ ഷാൻബാഗും അതേപോലെ തന്നെ വർഷങ്ങളോളം പീഡിപ്പിക്കപ്പെട്ട് അബോധാവസ്ഥയിൽ വർഷങ്ങളോളം ജീവിക്കപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. പിന്നെ അവസാനമുള്ള ചൗല എന്ന് പറഞ്ഞ 12 വയസ്സുകാരി കുട്ടി ഒരുപക്ഷെ
വായിച്ച ഓർമ്മയുണ്ടാവാം. ക്ഷയരോഗം വന്ന് മരിച്ച അമ്മയുടെ മൃതദേഹവും ചുമന്നുകൊണ്ട്, ഒരു വണ്ടി പോലും വിളിക്കാൻ പണമില്ലാതെ അച്ഛൻ അമ്മയുടെ മൃതദേഹവും ചുമന്നുകൊണ്ട് 60 കിലോമീറ്റർ നടക്കുമ്പോൾ പിറകെ ഏങ്ങലടികളോടെ നടന്ന് നീങ്ങിയ 12 വയസ്സുകാരി കുട്ടിയാണ് ചൗല. അപ്പോൾ ഇവരുടെ ഏങ്ങലടികളെ കുറിച്ചും ഇവരുടെ രോദനങ്ങളെ കുറിച്ചും ഇവരുടെ നിലവിളികളെ കുറിച്ചുമാണ് ധർമ്മസംസ്ഥാപനാധ്യായം. അടുത്ത കവിത മൗനം. ഈ മൗനം എന്ന കവിതയിൽ ആരുടെ മൗനത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? മൗനത്തില് ഒത്തിരിയേറെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു മൗനത്തെ കുറിച്ച് തന്നെയാണ്. നമ്മള് പൊതുവെ ക്ലീശയായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു സമൂഹം നശിക്കുന്നത് തെറ്റ് ചെയ്യുന്നവരെ കൊണ്ടല്ല, മറിച്ച് തെറ്റുകൾ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നവരെ കൊണ്ടാണ്, അതിനെതിരെ മൗനം പാലിക്കുന്നവരെ കൊണ്ടാണ്. അപ്പോൾ ഒത്തിരിയേറെ സംഭവങ്ങളിൽ നമ്മുടെ സമൂഹത്തിലെ പ്രതികരിക്കേണ്ടവരിൽ നിന്ന് പോലും ഉണ്ടാകുന്ന ബോധപൂർവമായ ഒരു മൗനം. ഇപ്പം നരേന്ദ്ര ദബോൽക്കറെ പോലെ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടപ്പോൾ, പൻസാരെ കൊല്ലപ്പെട്ടപ്പോൾ, കൽബുർഗി എന്ന് പറയുന്ന ഒരു ജ്ഞാനവൃദ്ധൻ കൊല്ലപ്പെട്ടപ്പോൾ, ഇവരൊക്കെ മത തീവ്രവാദത്തിനും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ പ്രതികരിച്ചവരായിരുന്നു. അങ്ങനെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും ചൂഷണങ്ങൾക്കും മത തീവ്രവാദത്തിനും എതിരെ പ്രതികരിച്ചു എന്ന ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഇവർ ഒന്നൊന്നായിട്ട് കൊല്ലപ്പെട്ടത്. അപ്പോഴൊക്കെ പാലിക്കപ്പെട്ട ഒരു മൗനമുണ്ട്. ഇവിടെ ഒരു ചെക്കോവിന്റെ ഒരു കഥയില് ഒരു കഥാപാത്രം കൊല്ലപ്പെടുന്ന രംഗം വിവരിക്കുന്നുണ്ട്. അപ്പൊ അതില് തന്റെ രക്തം കട്ടപിടിച്ച കട്ടിലിൽ കിടന്നുകൊണ്ട് അയാൾ ശപിച്ചത് തന്നെ കൊന്നവരെ ആയിരുന്നില്ല, ചിലരുടെ മൗനങ്ങളെയായിരുന്നു. അയാളുടെ ആത്മാവ് ആകാശങ്ങളോട് വിളിച്ചു പറഞ്ഞത് ചിലരുടെ മൗനങ്ങളാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദി എന്നാണ്. അപ്പോൾ ഈ ബോധപൂർവമായ ഇപ്പം എഴുത്തുകാരുടെയും സാംസ്കാരിക നായകരുടെയും ഒക്കെ ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അവലംബിക്കുന്ന ബോധപൂർവമായ ഒരു മൗനമുണ്ട്. ആ മൗനത്തെയാണ് അതിൽ വിമർശിക്കുന്നതും പറയാൻ ശ്രമിക്കുന്നതും ഇത് തന്നെയാണ്. തെറ്റ് ചെയ്യുന്നവരെ കൊണ്ടല്ല ഒരു സമൂഹം നശിക്കും. ഏതൊരു സമൂഹത്തിലും ഒരു 3% ക്രിമിനൽസ് ഉണ്ടാവും. അവര് എല്ലാവിധ തെറ്റുകളും, റോബറിയും റേപ്പും ഒക്കെ ഉണ്ടാവാം. അവരെ നിയന്ത്രിക്കാൻ നമുക്ക് നല്ല നിയമങ്ങളുണ്ട്, നല്ലൊരു നിയമ സംവിധാനങ്ങൾ കൊണ്ട് അവരെ നിയന്ത്രിക്കാൻ കഴിയും. പക്ഷേ ഇതുപോലുള്ള തെറ്റുകൾ കണ്ടിട്ടും ബോധപൂർവമായി അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നവരുടെ ഒരു മൗനം കൊണ്ടാണ് ആ സമൂഹം നശിക്കാൻ ഇടയാകുന്നത്. അങ്ങനെയുള്ളവരുടെ ആ ഒരു മൗനത്തെയാണ് ആ കവിതയിൽ വിമർശിക്കപ്പെടുന്നത്. നമ്മുടെ ചുറ്റിലും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അനാചാരങ്ങൾക്കും അഴിമതികൾക്കും ചൂഷണങ്ങൾക്കും എതിരെ മൗനം അവലംബിക്കാതെ പ്രതികരിക്കാനുള്ള ഒരു പ്രചോദനമാകട്ടെ താങ്കളുടെ കവിതകൾ എന്ന് ആശംസിക്കുന്നു. അവസാനമായി എന്തെങ്കിലും ഇത് കേൾക്കുന്നവരോട് പറയാനായിട്ടുണ്ടോ? കവിതകൾ വായിക്കുക. ഈ കവിതകൾ എൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ്. സ്വാതന്ത്ര്യചിന്തയും മാനവികതയും ഒക്കെ കവിതകളിൽ കൊണ്ടുവരാൻ നടത്തിയ ഒരു ശ്രമമാണ് ഈ കവിതകൾ. ഇപ്പം കവിതകൾക്കുണ്ടാകണമെന്ന് നമ്മുടെ അക്കാഡമീഷ്യന്മാരൊക്കെ നിഷ്കർഷിക്കുന്ന ശില്പഭംഗിയും രൂപഭദ്രതയോ അങ്ങനെയൊക്കെയുള്ള കവിതയുടെ ഗുണങ്ങളൊക്കെ എത്രമാത്രം ഈ കവിതകളിലുണ്ട് എന്ന് എനിക്കറിയില്ല. അതിനേക്കാൾ ഉപരി, അത്തരം സാഹിത്യ മൂല്യങ്ങളെക്കാൾ ഉപരി സ്വാതന്ത്ര്യചിന്തയും മാനവികതയും ഒക്കെ കവിതകളിൽ കൊണ്ടുവരാനുള്ള അത്തരം ആശയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഈ കവിതയിൽ നടത്തിയിട്ടുള്ളത്. വായിക്കുക. താങ്ക് യു. താങ്ക് യു.